ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കിന്നൊരു സേമിയ പായസം വയ്ക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ചവ്വരി വേവിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. കുറച്ച് ചവ്വരി എടുത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാത്രം വെച്ചിട്ട് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചിട്ട് നെയ്യ് ചൂടായതിന് ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് നല്ലതുപോലെ വറുത്തെടുക്കാം. വറുത്തെടുത്തതിന് ശേഷം കുറച്ചും കൂടെ നെയ്യ് ആ പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് പഞ്ചസാര, ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് സേമിയയും കൂടെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. സേമിയയും പഞ്ചസാരയൊന്നും അടിയിൽ പിടിക്കാതെ നോക്കണം. എന്നിട്ട് പാലും വെള്ളവും കൂടെ ചേർത്തിട്ട് ഒരേ അളവിന് പാലും വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കുക. വേവുന്നതിനനുസരിച്ച് പാലും വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് പാല് കൂടുതൽ ഒഴിക്കണതാണ് നല്ലത്. വെള്ളം കുറച്ചിട്ട് പാല് കുറച്ച് കൂടുതലായിട്ട് ഒഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നല്ല കുറുകി വരും. എന്നിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരിയും കൂടെ ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ചവ്വരിയും കൂടെ ഇട്ട് കൊടുക്കാം. സേമിയൊക്കെ നല്ലതുപോലെ വെന്തതിന് ശേഷം നമുക്ക് ചവ്വരി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഏലക്ക, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കുക. എന്നിട്ട് വറുത്ത് വച്ചിരിക്കണ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കണം. ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.